എല്ലാവരും ഉണ്ടല്ലോ. ബഹുമാനായ വ്യവസായ മന്ത്രി നമ്മളവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെ DH ഉണ്ട്, മറ്റേ MLA അമ്മാർ വഹിച്ചുകൊണ്ട് പരമാവധി നമ്മളെ ഈ ഓണത്തിന് ഇപ്പോൾ നടത്താൻ വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മളിവിടെ ഈ ഷോറൂമിൽ ഇപ്പോൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ എല്ലാ ഷോറൂമുകളും ഏകദേശം 71 ഷോറൂമുണ്ട് നമ്മുടെ സ്റ്റേറ്റിൽ. എല്ലാ ഷോറൂമുകളിലും നമ്മളെ പ്രവർത്തനങ്ങൾ, അതായത് പ്രീമിയം ഉൽപ്പന്നങ്ങളടക്കമുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉദ്ഘാടനമാണ്. ഇതിൻ്റെ ഒരു ഔദ്യോഗിക ഉദ്ഘാടനം നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസാദ് മന്ത്രി ശ്രീ കുഞ്ഞാളി സാഹിബ് നിർവഹിക്കും. അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. പ്രിയങ്കനായ ഹാൻഡെക്സിന്റെ ചെയർമാൻ പെരിങ്ങമല വിജയൻ, നമുക്ക് ഏവർക്കും അഭിനന്ദനായ കേരളത്തിന്റെ വ്യവസായ വകുപ്പ് മന്ത്രി കുഞ്ഞാലിക്കുട്ടി സാർ അവരുകളെ, പ്രിയപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട വിവിധ തരത്തിലുള്ള ഭാരവാഹികൾ, ജനപ്രതിനിധികൾ എല്ലാവരെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ്. നമുക്കിന്ന് വളരെ സന്തോഷമുള്ള ഒരു പ്രഭാതം കൂടിയാണ്. ഈ ഓണക്കാലം ഇന്ന് അടുത്തെത്തി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഹാൻഡെക്സിന്റെ ഈ വിപണന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം. ബഹുമാന്യനായ വ്യവസായ വകുപ്പ് മന്ത്രി തന്നെ ഇത് ഉദ്ഘാടനം ചെയ്യണമെന്നുള്ള നിർബന്ധം അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം പകരുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഹാൻഡെക്സ് പ്രത്യേകിച്ചും ഓണം എന്നാൽ പിന്നെ ഹാൻഡെക്സിന്റെ ഒരു മേളം എന്നുള്ളതാണ്. എല്ലാ മേഖലയിലും ഒരു വലിയ വിസ്ഫോടനം നടക്കുന്ന ഈ സമയത്ത് നമ്മുടെ ഓണവുമായി ബന്ധപ്പെട്ട് ഈ വിപണന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടക്കുമ്പോൾ കൈത്തറി മേഖലയും കൂടി ചേരുന്നു എന്നുള്ള ഒരു പ്രത്യേകത നമുക്കുണ്ടെന്ന് അറിയാമല്ലോ. പ്രത്യേകിച്ചും കൈത്തറി മേഖലയിൽ, പ്രത്യേകിച്ചും ഇന്ന് വിദ്യാഭ്യാസ മേഖലയിലെ കുട്ടികൾക്ക് തന്നെ കൈത്തറി വസ്ത്രങ്ങൾ കൊടുത്തുകൊണ്ട് വലിയ പ്രചരണം നടക്കുന്ന ഒരു സമയമാണ്. കൈത്തറി മേഖല അഭിമുഖീകരിക്കുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങളുണ്ട്. അതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ വലിയ പ്രചരണവും ജനങ്ങളുടെ ഇടയിൽ വലിയൊരു ആകർഷകത്വവും ഈ മേഖലയ്ക്കുണ്ടെന്നുള്ളതാണ് നമുക്ക് പ്രത്യേകത. തിരുവോണം വന്നുകൊണ്ടിരിക്കട്ടെ, അല്ലെങ്കിൽ നമ്മൾ അന്നൊരു ആഘോഷം നടത്തിയെന്നിരിക്കട്ടെ, സ്വാഭാവികമായിട്ടും കൈത്തറി വസ്ത്രങ്ങൾ ധരിച്ചില്ല എങ്കിൽ, കൈത്തറി മുണ്ടെടുത്തില്ല എങ്കിൽ നമുക്ക് എന്തോ ഒരു കുറവ് ഫീൽ ചെയ്യുന്ന ഒരു സാഹചര്യം കൂടെയുണ്ട്. നമുക്ക് ഓർക്കണം, ആ ഒരു സമയത്താണ് സ്വാഭാവികമായിട്ടും ഈ മേഖലയിൽ പണിയെടുക്കുന്നവരെ കൂടി കൈതാങ്ങുന്ന നയ സമീപനങ്ങളിലൂടെ സർക്കാർ മുന്നോട്ട് പോകുന്നത്. വിദ്യാർത്ഥികൾക്ക് അവർക്ക് കൈത്തറി വസ്ത്രങ്ങൾ കൊടുത്തുകൊണ്ട് തന്നെ എല്ലാ സ്കൂളുകൾക്കും കൈത്തറി വിതരണം വസ്ത്രത്തിന്റെ കാര്യത്തിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ആ മേഖലയിൽ പണിയെടുക്കുന്നവരെ സംബന്ധിച്ച് അവർക്ക് അത്യാവശ്യം തുക ലഭ്യമാക്കുന്നതിനുള്ള നടപടികളും സർക്കാർ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് നമുക്ക് വളരെയധികം അഭിമാനവും സന്തോഷവും പകരുന്ന ഒരു വസ്തുതയാണ്. ബഹുമാന്യനായ മന്ത്രി, നമുക്കേറെ അഭിമാനമുണ്ട്. ഒരുപക്ഷെ കേരളത്തിൽ ഒരു വ്യവസായ വിപ്ലവം സൃഷ്ടിക്കുന്നതിൽ തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകൾക്ക് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയ അഭിനന്ദനായ മന്ത്രി ഈ മേഖല കൈകാര്യം ചെയ്യുമ്പോൾ നമുക്കിനി ഏറെ മുന്നോട്ട് പോകാനുണ്ട് എന്ന് നമുക്ക് അഭിമാനപൂർവ്വം പറയാൻ കഴിയും. ബഹുമാനപ്പെട്ട മന്ത്രിക്ക് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് നമ്മുടെ ഈ മേള ഉദ്ഘാടനം സംസാരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ വളരെ വിനയപൂർവ്വം ക്ഷണിക്കുക. പ്രിയരായ ഇവിടെ സന്നിഹിതരായിട്ടുള്ള സഹോദരന്മാരെ, ഇവിടെ ഈ ചെറുപരിപാടിയിൽ അധ്യക്ഷയായിട്ടുള്ള പെരുമല വിജയൻ, അതുപോലെ തന്നെ MLA ശ്രീ ബൈജു, അതുപോലെ മറ്റു ജനപ്രതിനിധികൾ, ഏറെ സന്തോഷമുണ്ട് നമ്മുടെ ഈ ഹാൻഡെക്സിന്റെ ഷോറൂം ഉദ്ഘാടനം ചെയ്യാൻ. പറഞ്ഞ പോലെ ഓണക്കാലത്ത് ആണ് പ്രത്യേകിച്ച് നമ്മുടെ ഉൽപ്പന്നങ്ങൾ അധികം ആളുകളെ ആകർഷിക്കുന്നത്. ഓണമാണ്, അപ്പോൾ നല്ലത് വേണം എന്നുള്ളത് കൊണ്ടായിരിക്കാം എല്ലാവരും നല്ലത് തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ ഉൽപ്പന്നങ്ങളാണ് എന്നുള്ളത്. പിന്നെ നമ്മുടേതായ, അതായത് കേരളത്തിൻ്റെതായ നമ്മുടെ തന്നെ തനിമ തുലിച്ചോകുന്ന ഹാൻഡെക്സിന്റെ ഉൽപ്പന്നങ്ങൾക്ക് ഈ സീസണിൽ ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ ഡിമാൻഡ് വരുന്നത്. നമുക്കൊക്കെ അറിയാവുന്ന പോലെ കാലം മാറി. ഈ സമയത്ത് വളരെ നല്ല മാർക്കറ്റ്, ആധുനിക സാങ്കേതിക വിദ്യകളൊക്കെ
അതുപോലെ തന്നെ അത് മാർക്കറ്റിങ്ങിനൊക്കെ ഉള്ള വലിയ സാധ്യതകൾ ഏത് ഉൽപ്പന്നത്തിനും വേൾഡ് മാർക്കറ്റ് ലഭ്യമാകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ആൻഡെക്സിൻ്റെ ഉൽപ്പന്നങ്ങൾ ക്വാളിറ്റി ഉള്ളതാണ്. ഇനിയും ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നല്ല മാർക്കറ്റിംഗ് സാധ്യമാണ്. അതിനുവേണ്ടി ആൻഡെക്സിൻ്റെ ഭാരവാഹികൾ, ജനപ്രതിനിധികളും ഒക്കെ നടത്തുന്ന ശ്രമങ്ങൾക്ക് സർക്കാരിൻ്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടായിരിക്കും എന്ന് ഈ സന്ദർഭത്തിൽ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഷോറൂം ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ എല്ലാവർക്കും ഹൃദ്യമായ ഓണ ആശംസകൾ. ശതമാനം മുതൽ 50% വരെ ഓഫറുണ്ട് എല്ലാ തുണിത്തരങ്ങൾക്കും. പക്ഷെ അത് ഇതിനകത്ത് ഒരു ചെറിയ വ്യത്യാസങ്ങൾ വരുത്തി ഏകദേശം 50% വരെ റിബേറ്റ് കൊടുക്കുന്നതാണ്. ഓഫർ കൊടുക്കുന്നത് വസ്ത്രങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റിബേറ്റ് കൊടുക്കുന്ന കാലയളവ് കൂടെയാണിത്. 50% വരെ വിവിധ ഘട്ടങ്ങളിൽ വിവിധ വസ്ത്രങ്ങൾ 50% വരെ റിബേറ്റിൽ വാങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നുള്ളതാണ് വലിയ പ്രത്യേകത. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, കൈത്തറി വസ്ത്രങ്ങൾ ധരിച്ചാലേ ഓണത്തിനൊരു പൊലിവുണ്ടാവും, ഒരു പൂർണ്ണത ഉണ്ടാവും എന്നുള്ള ഒരു സങ്കല്പത്തിലേക്ക് മലയാളികൾ എത്തിയിട്ടുണ്ട്. അത് തന്നെയാണ് ഈ ഓണത്തിന്റെ ഹാൻഡെക്സിനെ വ്യത്യസ്തമാക്കുന്നത്, കൈത്തറി വസ്ത്രങ്ങളെ വ്യത്യസ്തമാക്കുന്നത്. പക്ഷേ ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളെ സംബന്ധിച്ച് ചില പ്രശ്നങ്ങളുണ്ട്. അവരുടെ കൂലിയിലുള്ള ഒരു വർധനവ് ഇന്നുവരെ ഏറ്റവും കുറഞ്ഞ കൂലിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വലിയ സമൂഹം ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് മലയാളികൾ. അത് കേരളത്തിൽ മാത്രമല്ല, ലോക സമൂഹത്തിലാകമാനം മലയാളികൾ ഉപയോഗിക്കുന്ന വസ്ത്രത്തിൽ ഭൂരിഭാഗവും ഈ പാവപ്പെട്ട കൈത്തറി തൊഴിലാളികൾ നിർമ്മിക്കുന്ന വസ്ത്രങ്ങളാണ്. പ്രത്യേകിച്ചും ബാലരാമൂർ അല്ലെങ്കിൽ പള്ളിച്ചൽ മേഖലയിൽ പണിയെടുക്കുന്ന ഒരുപാട് തൊഴിലാളികൾ ഈ മേഖലയിൽ പണിയെടുക്കുന്നുണ്ട്. അവർക്ക് വർദ്ധിച്ച കൂലി നൽകണമെന്നുള്ള ആവശ്യവും ഇതിനോടൊപ്പം ചേർത്ത് വയ്ക്കുകയാണ്. അവർക്കും കിട്ടുന്ന കൂലി വളരെ പരിമിതമാണ്. അവർക്കും വർദ്ധിച്ച കൂലി ലഭ്യമാകണം എന്നുള്ള ഒരു ആവശ്യം കൂടി ആൻഡെക്സിന്റെയും പ്രത്യേകിച്ചും കൈത്തറി മേഖലയിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികളുടെയും ജനപ്രതിനിധികളുടെയൊക്കെ ഒരാവശ്യമായി സർക്കാരിന്റെ മുമ്പിലുണ്ട്. കേരളത്തിലെ 200ഓളം പ്രാഥമിക കൈത്തറി സഹകരണ സംഘങ്ങൾ നെയ്തെടുത്ത തുണികളാണ് ഹാൻഡെക്സിന്റെ 70ഓളം ഷോറൂമുകളിൽ നിറച്ചു വെച്ചിട്ടുള്ള പുതുപുത്തൻ തുണികൾ. അതിന് ഗവൺമെന്റിന്റെ 20% റിബേറ്റ് ഉണ്ട്, ഹാൻഡെക്സിന്റെ 10% റിഡക്ഷൻ ഉണ്ട്. തിരഞ്ഞെടുത്ത ഇനങ്ങൾക്ക് അധിക റിഡക്ഷൻ 20% ഉണ്ട്. അങ്ങനെയാണ് 20% മുതൽ 50% വരെ വിലക്കിഴിവിൽ ഈ ഓണക്കാലത്ത് ഹാൻഡെക്സ് ജനങ്ങൾക്ക് പുതുപുത്തൻ വസ്ത്രങ്ങൾ നൽകുന്നത്. നമ്മുടെ MLA ഈ കൈത്തറി മേഖലയിലുള്ള ആളാണ്. അല്ല, ഈ പുതിയ സർക്കാർ വന്നതിന് ശേഷം ഒരു മാസത്തെ കുടിശ്ശിക കൊടുത്തു. നമ്മളൊന്ന് ആലോചിച്ചു, കഴിഞ്ഞ സമയത്ത് സർക്കാർ പ്രഖ്യാപിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നായിരുന്നു സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. അപ്പോൾ സൗജന്യ യാത്ര അനുവദിച്ചു എന്ന് പറയുമ്പോൾ സർക്കാർ രൂപീകൃതമാകുന്നതിന് മുമ്പ് സമരം ചെയ്ത ഒരു വിഭാഗം ഇവിടെ ഉണ്ട്. പക്ഷേ ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ അങ്ങനെയല്ല. വന്നതിന് ശേഷം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നുള്ള ഒറ്റ ഉദ്ദേശം, അത് ഒരു മാസത്തെ കുടിശ്ശിക കൊടുത്തിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും അടിയന്തരമായി കുടിശ്ശിക കൊടുത്തു തീർക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നാണ് മന്ത്രി ഗവൺമെന്റ്. ഇത്തവണത്തെ ഓണം ഹാൻഡെക്സിനോടൊപ്പമാണ്. മലയാളികൾ ആകമാനം ഉറ്റുനോക്കുന്ന ഈ വർഷത്തെ ഓണം മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ ഏറ്റവും സന്തോഷകരമായി മാറുമെന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. സ്വാഭാവികമായിട്ടും മഴക്കാലം എത്തി നിൽക്കുകയാണ്. എങ്കിലും ഓണം ദിവസങ്ങൾക്ക് അപ്പുറം എത്തുമ്പോൾ ഇന്നേ ദിവസം നമുക്ക് പ്രത്യേകതയോടെ ഓർക്കാൻ സാധിക്കുന്നത് ഏറ്റവും നല്ല ഓണത്തിൻ്റെ തുടക്കം എന്നുള്ളതാണ്. ബഹുമാന്യനായ മന്ത്രി ഈ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി ഹാൻഡെക്സിൻ്റെ ഷോറൂം ഉദ്ഘാടനം കഴിയുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായി, ഏറ്റവും ആർഭാടമായി, ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ദിനങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ ഓണം എന്നാൽ അത് ഹാൻഡെക്സിനൊപ്പം, ഹാൻഡെക്സിൻ്റെ വസ്ത്രം, കൈത്തറി വസ്ത്രങ്ങൾ ധരിച്ചാൽ അത് ഓണം എന്നുള്ളതാണ് നമ്മുടെ ഒരു പൊതുവെ ഒരു ധാരണ. ആ ധാരണയ്ക്ക് ഒട്ടും ഭംഗം വരാതെ നമുക്ക് സന്തോഷിക്കാൻ കേരളത്തിൽ ആകമാനം വരുന്ന ജനങ്ങൾക്ക് എല്ലാവിധ ഓണാശംസകളും നേരുകയാണ്.